ആ ആ ആ ആ ഇല്ലില്ല, ഞാനൊരു കാര്യേറ്റല്ലേ. എന്താ ഞാൻ നടോടെ പെണ്ണട്ടിക്കുക. എടാ എന്റെ മൂത്താപ്പാടെ മകല്ലേ സുക്കൂറിന് ഞാൻ കല്യാണം കഴിച്ചു കൊടുത്ത്. ആ അതെ 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 അതെ. സുലൈമാനെ ഇപ്പൊ അതുണ്ടോ? അത് ഓക്കെ. സുലൈമാനെ ഒരു മിനിറ്റ്. ഒരു കാര്യം പറയാനുണ്ട്. ഉണ്ടാക്കി അടങ്ങിയിരിക്കും, കലത്തിണ്ടാക്കല്ലേ ഒരാൾക്ക് വിളിക്കുമ്പോൾ ഒരു മിനിറ്റ്. അല്ല ഇവിടെ പറഞ്ഞ സോറി എന്നോടല്ല. പിന്നെ എടാ എന്റെ പെങ്ങള് സൂറാനെ കെട്ടിച്ചു കൊടുത്താരാ? പട്ടാമ്പിക്ക് ഞാനല്ലേ കല്യാണം കഴിച്ചുണ്ടാക്കി. സുലൈമാനെ ഇന്ന് ഒരു മിനിറ്റ് മാഷ്, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോളൂ. അതെ അതെ അതെ. അത് ശരിയാ ശരിയാ, ഞാൻ ശരിയാക്കിക്കോളാം. പിന്നെ ആയിക്കോട്ടെ. പിന്നെ ഞാൻ കോൾ ഞാൻ 2-3 ദിവസമായി സുലൈമാനെ തെരഞ്ഞു നടക്കാൻ തുടങ്ങി. പിന്നെ നമ്പർ എടുത്തില്ല, വിളിച്ചാൽ പോരായിരുന്നില്ലേ? വിളിച്ചിട്ട് കിട്ടണില്ല. നമ്പർ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. എപ്പോഴും ബിസിയും, പിന്നെ ആ കട്ടാവുക വിളിക്കുമ്പോ. ഞാനിവിടെ ശരിയാ. എന്തായിരുന്നു? എനിക്ക് ഒരു രഹസ്യം പറയാണ്ടായിരുന്നു. രഹസ്യോ? എന്നാ പറഞ്ഞോളി. അല്ല അതല്ല, അങ്ങനെ ഇങ്ങോട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ വേറെ ആരും അറിയാൻ പാടില്ലാത്തൊരു കാര്യം കൂടി ഉണ്ട്. വേറെ ആരും അറിയാൻ പാടില്ല. അപ്പോ നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ മാഷെ. എന്താ നമ്മളെ വലിയ ബന്ധം വെച്ച് മാഷിനോട് പറയാലോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാന് ഇത്ര കാലമായിട്ട് കല്യാണമൊന്നും കഴിച്ചില്ലല്ലോ. എല്ലാരും കഴിച്ചു, സുരേഷ് കെട്ടി, കല്യാണം കഴിച്ചു. എന്താ കെട്ടാത്ത? ഒന്നുമല്ല, 40 വയസ്സായി. ഇതുവരെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ പോയി. പിന്നെ അങ്ങനെ കാലം പോയത് ഞാനും അറിഞ്ഞില്ല. അപ്പൊ ഇപ്പൊ എല്ലാവരും കൂടി നിർബന്ധിക്കുക കല്യാണം ഒന്ന് കഴിക്കാന്നുള്ളതേ. അപ്പൊ പോയി നോക്കിയപ്പോ ചെർപ്പളശ്ശേരിയിൽ നിന്നൊരു കാര്യം ശരിയായിട്ടുണ്ട്. ചെർപ്പളശ്ശേരി? കുട്ടി എന്താ പഠിക്കുക? കുട്ടീന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 10-35 വയസ്സുള്ള ഒരു ബാല്യക്കാരത്തി. അതന്നെ. എങ്ങനെയുണ്ട് കാണാൻ? എങ്ങനെയുണ്ട്? കാണാനൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോ കാണേണ്ട കാര്യം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോ പ്രായം സംഗതി ഉറപ്പിച്ചു. എന്നപ്പോ കല്യാണം അടുത്ത മാസം 26-ാം തീയതി. മകരത്തില്? അതെ. നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ സംഗതികളൊന്നും അറിയില്ല. എന്ത് സംഗതി? അല്ല, എങ്ങനെയാണ് ഇപ്പൊ അതൊക്കെ എന്നുള്ളതേ അതറിയില്ല. എന്താ മാസങ്ങളിൽ പറഞ്ഞു? എന്തിനെ പറ്റിയ? കല്യാണം കേൾക്കും, താലി കെട്ടും, പന്തലുണ്ടാവും. താലികെട്ടൊക്കെ അങ്ങോട്ട് നടന്നു പോകുന്നു. സദ്യ കൊടുക്കണം. സദ്യ നടന്നു പോകും. കുറച്ച് ആൾക്കാർ വീട്ടിൽ കൂടി പോണം. അതെ, അവരൊക്കെ പോവുമല്ലോ വൈകുന്നേരം ആകുമ്പോ. വൈകുന്നേരം ആവുമല്ലോ. സന്ധ്യ ആവും മാത്രല്ല, രാത്രിയാവും. പിന്നെ ഞങ്ങള് രണ്ടാളും മാത്രല്ലേ ഉണ്ടാവൂ. ഞാൻ കൂടെ വരാൻ? അതെ, ഈ വരണ്ട. അങ്ങനെയില്ല. എന്തെങ്ങനെയൊക്കെ പറയണത്? അതല്ല, ഞങ്ങള് രണ്ടാളും മാത്രം കൂടെ ആയി കഴിഞ്ഞാലേ പിന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. രാത്രിയാവുമ്പോ പൊന്നു മാഷ, അതൊക്കെ എന്നോട് ചോദിച്ചാ പറയാം. അല്ല അതല്ല, ചോദിച്ചറിയാനല്ല, പിന്നെ പറയണതൊന്നല്ല. നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് അത് കല്യാണത്തിന്റെ മുന്നേയിട്ട് ഒരു റിഹേഴ്സൽ എന്നുള്ളത് കൂട്ടിയാൽ മതി. ഇതെന്താ നാടകം കളിക്കുക? അല്ല, അങ്ങനെയില്ല. എവിടെന്നെങ്കിലും ഒരു കാര്യം ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് അതെങ്ങനെയാണെന്ന് മാഷ മനസ്സെനിക്ക് കിട്ടി. ഇനി പറയണ്ട. ഓക്കെ, മാസ്റ്റർ മനസ്സിലെ ചോയ്സ് എന്ന് പറഞ്ഞു. എന്താണ് സംഭവം? മാസ്റ്ററെ ഒരു ഇഷ്ടം ഉണ്ടാവില്ല, കുറച്ച് താല്പര്യം. നമുക്ക് താല്പര്യങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇനിയിപ്പോ നടക്കില്ല. കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി. അങ്ങനെ സ്വപ്നം മയങ്ങിയ കണ്ണുള്ള ഒരു പെൺകുട്ടി. അതെ അല്ലേ? നമുക്ക് ചായ കുടിച്ച് കൊടുത്താൽ ബാക്കി പിന്നെ പറയാം. ഇതാരോടും പറയില്ല, ഞാനായിട്ട് ആരും പറയില്ല. എന്താ അപ്പൊ എന്റെ മാഷ, അത് നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. അല്ല, സുലൈമാൻ ഏറ്റു കഴിഞ്ഞാൽ 2 ചായലൊന്നും വിരലിടാത്തോളൂ, മധുര ഇടാട്ടോ. ശരി. അപ്പൊ മാഷേ പറഞ്ഞ പോലെ നിങ്ങൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അല്ല, എനിക്ക് നല്ലൊരു പരിഭ്രമം ഉണ്ട് ഇതിൽ. ചായ എവിടെ? ചായ അടിക്കുന്നു. പിന്നെ സുലൈമാനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിലെ നിന്റെ ഇതോട്ടല്ലേ? കഴിക്കാനൊന്നും ആയിട്ടില്ലേ? എന്നാ ശരി, ആയിക്കോട്ടെ. ശരി. പിന്നെ ഇത് വേറെ ആരും അറിയാൻ പാടില്ല കേട്ടോ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ മാഷ് ചായ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട മാഷ്. നിങ്ങൾ ഇതിനെപ്പറ്റി ടെൻഷൻ അടിക്കേ വേണ്ട. ഞാനൊരു കാര്യം ചെയ്തത്. അല്ല, ഈ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാത്ത ആളാണ് ഞാൻ. ഇത് പൊന്നും മാഷത്തൊക്കെ എന്താ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്? അല്ല, ഇത് 4 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവിക്കേണ്ടേ? നമ്മുടെ നാടല്ലേ. നിങ്ങൾ 10-40 കൊല്ലം ചെയ്തവരുണ്ടാക്കിക്കണം? ഇല്ലല്ലോ. ഇതുണ്ടാവില്ല. ഇത് ചില ഇവർ പ്രൊഫഷണൽ ആളുകളാണ്. അല്ല, നീ ഏറ്റ കാര്യം ഞാൻ ഏറ്റതല്ലേ പറയുന്നത്. അതെനിക്ക് ഉറപ്പുണ്ട്.
പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നാലും ഒരു മനസ്സിന്റെ ഉള്ളിൽ പിന്നെ ഈ പരിഭ്രമം അങ്ങനെ. മാഷപ്പ് നേരത്തെ എന്തൊരു കാഞ്ചന എന്താ ഒരു വരി പറയുന്നത്, അതൊരു കവിതയാണ് ഞാൻ ചങ്ങമ്പുഴ. കേൾക്കട്ടെ, നിങ്ങൾക്ക് മാഷത്ത് നോക്കിയാ ഇതെന്താ അത്? പുഷ്പ ഡോക്ടറോ? ഡോക്ടറൊന്നും വേണ്ട. ഇത് പുഷ്പ ഡോക്ടർ എന്ന് പറഞ്ഞു. ഇത് കറക്റ്റ് ശ്രീവിദ്യ. ഇവിടെ പുത്തനത്താണിയാണ്. എവിടെയുള്ള ഫോട്ടോ സൂം ചെയ്ത് കണ്ടോ? ശ്രീവിദ്യ പുത്തനത്താണി. ഇത് വേണ്ട. എന്തേ? അതെന്തോ ഒരു കുറെ തടിയൊക്കെ ഉള്ള പോലെ, അല്ല വല്ലാതെ അങ്ങോട്ട് ഓക്കെ വേണ്ട, വെയിറ്റ്. ഒരു മിതമായ തടി അങ്ങനെയൊക്കെ മതി. പക്ഷെ ചായ പിടിക്കും, ചായ പിടിക്കും. ഇതൊരു മിനിറ്റ്. ആ ഇത് നോക്കിയേ, എങ്ങനെയുണ്ട്? ഇത് വേറെ എണ്ണം കാണിച്ചേ. ഒരു മിനിറ്റ്, ഇതെന്താ മോശം? ഇത് മതി. ആ ഓക്കെ. ഇവരുടെ പേരെന്താ? ഈ കക്ഷിയുടെ പേര്? ഇവിടെ ശുഭ. ശുഭ എവിടെ സ്ഥലം? ശുഭ എവിടെ സ്ഥലം? താനൂരാണ് താമസിക്കുന്നത്, പക്ഷെ അവര് തിരൂരാണ് എപ്പോഴും ഉണ്ടാവുക. തിരൂർ ഏരിയയിലെ വർക്കിംഗ് ഏരിയ. ഇനി ഒന്നും നോക്കണ്ട, ശുഭസ്യ ശീഘ്രം ഉറപ്പിക്കുക. ശുഭസ്യ ശീഘ്രം ഉറപ്പിച്ചില്ലേ? ഉറപ്പിച്ചു. അല്ലേ? അല്ല ഇതിന് എത്ര പൈസ വരിക? ഇതിപ്പോ നിങ്ങൾ ഇവര് പ്രൊഫഷണലാണ്, അവർ ചില അവര് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക. എത്ര വേണ്ടി വരും? അത് എന്താ മാഷ കണ്ടറിഞ്ഞ് കൊടുക്കുക. നിങ്ങൾ ഹാപ്പി ആണോ എന്നുള്ളതാണ്. ഓക്കെ. ആള് ഓക്കെ അല്ലേ? ഓക്കെ ഒന്ന് വിളിച്ചോളൂ. വിളിച്ചിട്ട് ഉറപ്പല്ലേ? ഓക്കെ. എന്താ മുഖത്തൊരു സന്തോഷം. ആരും അറിയരുതിട്ടോ സുലൈമാനെ, ഞാൻ നിന്നോടുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ്. നമ്മളാ കാര്യം, ഞാനൊരു കാര്യമായിട്ടാലും മാഷേ അത് ഇന്ന് വരെ മോശമായിട്ടില്ല. ഇന്നല്ലേ എവിടെ ഇട്ട് എത്തിക്കാൻ പറ്റുമോ? ഹലോ, എവിടെ ഉണ്ട്? ഇല്ല, അതിന് കസ്റ്റമർ വരണ്ടേ. നമ്മൾ കസ്റ്റമർ വരെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? വർക്ക് ഏൽപ്പിക്കാൻ പറ്റുമോ? ഉണ്ട്, ക്ലൈൻ്റ് ഉണ്ട്. എന്താണെന്നറിയോ, ഇത് നല്ലൊരു ആളാണ്, ഒരു മലയാള അധ്യാപകനാണ്. നല്ല രീതിയിൽ അല്ലേ പക്ഷെ മലയാളം അല്ലേ? അതെ. മലയാള അധ്യാപകനാണ്. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഇല്ല, സാമ്പത്തികമൊക്കെ അത് കണ്ടറിഞ്ഞവർ തന്നോളൂ, ഒരു പ്രയാസമില്ല. എത്ര കൊടുക്കാം? ഓക്കെ, അത് കണ്ടറിഞ്ഞ് തരും. ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കണം, ഫോൺ കൊടുക്കണോ? വേണ്ട, ലൈവിൽ ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ശരി, ഒരു കാര്യം ചെയ്യാം. അപ്പോൾ നാളെ വൈകിട്ട് 4 മണിക്ക്. 4 മണി വരെ. എവിടെ സ്ഥലം? തിരൂർ. അപ്പോൾ ട്രെയിനോട് കയറിയാൽ മതി. അപ്പോൾ തിരൂർ എത്തിക്കും. തിരൂർ റെയിൽവേൻ്റെ പരിസരത്ത് ഉണ്ടായാൽ മതി. നമ്പർ ഞാൻ കൊടുത്തോളാം, വാട്സപ്പ് കൊടുത്തോളാം. കേട്ടാ, നമുക്കൊന്ന് കാണണം. ആയിക്കോട്ടെ, ഓക്കെ. മാഷ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സന്തോഷം. സുലൈമാനെ ആരും അറിയരുതിട്ടോ. ഇല്ല മാഷ, അതിനോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. ടെൻഷൻ അടിക്കേണ്ട. ആ ഫോട്ടോ ഒന്നും കൂടി കാണിച്ച് ഞാൻ വാട്സപ്പ് അത് അയച്ചാലും മതി. മാഷ പഴയ നമ്പർ തന്നെയല്ലേ? അതന്നെ, എനിക്ക് ആ നമ്പർ തന്നെയല്ലേ ഉള്ളൂ. ഫോട്ടോ കൊടുക്കാം. അതിങ്ങോട്ട് വിട്ടോളൂ, ഒന്ന് കാണാലോ. നമ്പർ പേര് കൊടുക്കണ്ട. അത് മറക്കില്ല. ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പൊ സുലൈമാനെ ഞാൻ വിശദമായിട്ട് പിന്നെ കാണുന്നുണ്ട്. അല്ല ഇപ്പം ഉണ്ടെങ്കിൽ കണ്ട. അല്ല ഇപ്പോഴല്ല, ഞാൻ അതെന്താ അത് ഇപ്പം ഞാൻ ഒന്നും കയ്യിൽ കരുതിയിട്ടില്ല. അത് ഞാൻ മോശമാക്കില്ല. എന്നാ ഇനിയിപ്പോൾ ചായ ഒന്നും വേണ്ട. അല്ല കുടിച്ചോളി. അല്ല വേണ്ട മാലേട്ടാ, അത് പറ്റില്ല കളിട്ടാ. മാഷപ്പ ഞാൻ പോയി. ഞാനങ്ങോട്ട് വന്നോട്ടെ. എനിക്ക് ഈ വക ഡ്രസ്സൊന്നും ഇട്ടിട്ട് അത്ര ശീലല്ലേ. ഞാൻ ഈ പാൻസും ഷർട്ടും അല്ല, ജുബ്ബയാ സ്ഥിരം. ഇരിക്കട്ടെ. അടുത്തേക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ? അടുത്തേക്ക് ഇരിക്കല്ലേ? ശരി, ചെറിയൊരു പരിഭ്രമം ഉണ്ടായി. പേര് ശുഭ അല്ലേ? സുലൈമാൻ പറഞ്ഞിരുന്നു. എങ്ങനെ പരിചയം? സുലൈമാൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. അങ്ങനെ ആള് പറ്റും. വീട് വളാഞ്ചേരി. ഞാന് ആദ്യായിട്ടാണ് ഇങ്ങനെയൊക്കെ. എനിക്ക് അതിന്റെ ഒരു പരിഭ്രമം നല്ലോണ്ട്. അതിനെന്താ, ഇവിടെ സുലൈമാൻ പറഞ്ഞിരുന്നു അതൊക്കെ ചെന്നാ മാത്രം മതിന്നാ പറഞ്ഞതേ. ഞാൻ ആ ഒരു ധൈര്യത്തിലാ സത്യത്തിൽ ഇങ്ങോട്ട് വന്നത് തന്നെ.
എന്താ പറയാ എങ്ങനെയാന്നുള്ളതൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അതാ ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഞാനേ ഉം. കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ 40 വയസ്സ് കഴിഞ്ഞു. ഉം. അപ്പോ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എല്ലാരും വലിയ നിർബന്ധം. സഹോദരങ്ങളൊക്കെ കല്യാണം കഴിച്ചു പോയി, ഉം. എല്ലാവരും കഴിഞ്ഞു. ഞാൻ മാത്രമായി വീട്ടില്. അപ്പോ കല്യാണം കഴിക്കണം എന്ന് ഭയങ്കര നിർബന്ധം. നാട്ടിലും വീട്ടിലും കുടുംബക്കാരൊക്കെ അങ്ങനെയാണ്. അപ്പോ ഒരു കാര്യം ഇപ്പൊ ശരിയായിട്ടുണ്ട് ചെർപ്പളശ്ശേരിന്ന്. ഉം. അപ്പൊ ഞാൻ ഈ കല്യാണം കഴിച്ചിട്ടില്ല, ഇത്രയും പ്രായമൊക്കെ ആയപ്പോ ഇതുവരെ ഇങ്ങനെ ഒരു സ്ത്രീകളായിട്ടൊരു സമ്പർക്കമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കുട്ടികളെ പഠിപ്പിക്കുക, വീട്ടിലേക്ക് വരിക, ക്ലാസ്സിലേക്ക് പോവുക, അതാണ് ഒരു ജീവിതശൈലി. അങ്ങനെ തന്നെയായിരുന്നേ. അപ്പോ അതിന്റെ ഒരു പരിഭ്രമാണ് എനിക്ക്. അതൊന്നും പേടിക്കാനില്ല, ഞാൻ അടിപൊളിയാക്കി ഞാൻ തരാം. സത്യത്തില് സ്ത്രീകളുടെ അത്ര അടുത്ത് പോയിട്ട് ഇരിക്കലേ ഇല്ലേ, എന്നിട്ടല്ലേ അതൊക്കെ ആദ്യ. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഞാൻ കല്യാണത്തിന്റെ മുമ്പ് ഇനിയിപ്പൊ അതിനൊരു കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി തെറ്റിപ്പോണ്ട. അപ്പൊ അതിന്റെ മുമ്പ് ഇത് എങ്ങനെയാന്നുള്ളതൊക്കെ ഒന്ന് അറിയാന്നുള്ളതാണ് അതിന് വേണ്ടിട്ടാവുന്നതേ. അതെ, ഞാൻ ശരിയാക്കി തരാം. ഞാൻ തൊട്ടോട്ടെ. പിന്നെ ഇനിയിപ്പോ എന്താ? എനിക്ക് എന്തോ പോലെയൊക്കെ ആവുന്നുണ്ട്. ഏയ് കുഴപ്പമൊന്നും കുറവാവണ പോലെ. കുഴപ്പമില്ല, വാ. കുഴപ്പമില്ലല്ലോ അല്ലേ തൊടുന്നോണ്ടൊന്നും? ഏയ് ഒരു കുഴപ്പമില്ല. ഏയ് എല്ലാം ഇങ്ങനെ തൊട്ടാ മതിയാ? ഒന്ന് തൊട്ടാ മതി. ഇപ്പോ നമുക്ക് പഠിക്കണ്ടേ? വേണം. അന്ന് വായോ. എന്നാ പിന്നെ ഞാൻ ഇവിടെ കിടക്കാം അല്ലേ? കണ്ണട ഊരിയൊക്കെയല്ലേ? കുഴപ്പമില്ല, അവിടെ വെച്ചോ. നാണം വരുന്നുണ്ടാ? കുറച്ച് കുറവുണ്ട്. ഇങ്ങോട്ട് നോക്ക്. നോക്കി. പിന്നെ ഞാനെല്ലാം പഠിപ്പിച്ചു തരാട്ടോ. എന്നാ അവിടെ കിടന്നോളൂ. അവിടെ കിടന്നോളൂ. ഞാൻ കിടക്കാം. ഇത് ആദ്യമായിട്ടെന്ന് പറഞ്ഞിട്ട്. ആദ്യമായിട്ടാ സത്യം. എന്തായാലും എനിക്കിഷ്ടായിട്ടോ. ഇഷ്ടായോ? ഞാനേ അപ്പോഴത്തെ ഒരു ആവേശേ, ഒരു വെപ്രാളം ശീലല്ലോ ഇതൊന്നും. എന്തായാലും ഇഷ്ടായല്ലോ അല്ലേ? ഇഷ്ടായി. അത് മതി. ഇനി ഞാൻ പറയാൻ പോണ കേട്ട ഇതൊന്നും ഒരിക്കലും വേണ്ടെന്ന് തോന്നും. എനിക്ക് ആരോടും ഇഷ്ടമൊന്നുമില്ല. പക്ഷെ നിന്നോട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വേണമെങ്കിൽ നിന്നോട് എനിക്ക് പറയാതിരിക്കാം. പക്ഷെ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് നിന്നോട് വല്ലാത്ത അടുപ്പം സ്നേഹം ഒക്കെ ആയി. പ്രത്യേകിച്ച് നീ ഒരു മലയാളം ഭാഷ എന്ന് പറഞ്ഞപ്പോൾ എന്നോടൊന്നും തോന്നരുത്. എനിക്ക് എന്നോട് പൊറുക്കണം. സുലൈമാനെ, ഞാനാ. പിന്നെ മറ്റേ കേസ് നമുക്ക് വേണ്ടാട്ടോ. അതിന് വേണ്ട, അത് വേണ്ട. അതാകെ പ്രശ്നമാവും. കാരണേ ചെറിയൊരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം കളഞ്ഞാൽ ശരിയാവില്ല. അത് ക്യാൻസൽ ചെയ്തോളൂ കേട്ടോ. അതന്നെ പാതിരാത്രിക്ക് വിളിച്ച് പറയേണ്ടത് പാതിരാത്രി തന്നെ പറയണ്ടേ. താനത് ക്യാൻസൽ ചെയ്തോളൂ. തനിക്ക് എന്താ ഉള്ളത് വെച്ചാൽ ഞാൻ തന്നോളാം. അമേഷ് എന്താ വെച്ചാൽ തന്നോളാം. പക്ഷെ ഇത് ക്യാൻസൽ ചെയ്തോളൂ. ജീവിതം കളയാൻ ഞാനില്ല കേട്ടോ.
കൃഷ്ണ ഗുരുവായൂരപ്പാ